നിങ്ങളുടെ സ്ഥാപനം ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, എത്ര രൂപയാണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റായി മാറ്റിവെക്കേണ്ടത്? ഞാൻ വർഗീസ് സർഗൻ. ഇന്നത്തെ പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. രണ്ട് ദിവസം മുമ്പ് ഒരു കസ്റ്റമർ എന്നെ ഫോൺ വിളിച്ചു. അവർക്ക് അറിയേണ്ടത് അവരുടെ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്, എത്ര രൂപയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ഒരാളുടെ മാത്രം ഒരു സംശയമല്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തില് ബഹുഭൂരിപക്ഷം വരുന്ന ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനും ഇതിന് കൃത്യമായ ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ്. എത്ര രൂപയാണ് മാർക്കറ്റിങ്ങിന് മാറ്റിവെക്കേണ്ടത്, അത് എവിടേക്കാണ് ചെലവാക്കേണ്ടത്, അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് കൃത്യമായ ഒരു നോളജ് ഇല്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. ഒരു ബിസിനസിന്റെ അൾട്ടിമേറ്റ് ലിവറേജ് എന്താണെന്ന് ചോദിച്ചാൽ അത് മാർക്കറ്റിംഗ് ആണ് എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മാനേജ്മെന്റ് ഗുരു പീറ്റർ ഡ്രക്കർ പറയുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇന്നൊവേഷനും, രണ്ട് മാർക്കറ്റിങ്ങും. മാർക്കറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രയും അധികമാണ് എന്ന് പീറ്റർ ഡ്രക്കറിന്റെ ഈ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. ഇപ്പൊ എന്താണ് മാർക്കറ്റിംഗ്? ഒരു കസ്റ്റമറിന്റെ അഥവാ ഒരു കൺസ്യൂമറിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ യഥാർത്ഥ പ്രോബ്ലം അവരെക്കാട്ടിലും കൂടുതൽ മനസ്സിലാക്കുകയും അവർക്ക് മനസ്സിലാകുന്നതിൽ അധികമായി അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ഒരു കസ്റ്റമർ, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു സാധാ മനുഷ്യൻ അവരുടെ പ്രോബ്ലം അവരെക്കാട്ടിലും കൂടുതൽ അവര് പറയുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ, നമ്മുടെ പ്രോഡക്റ്റിന് അഥവാ നമ്മുടെ സർവീസിന് ഉണ്ടാക്കാൻ പറ്റിയാൽ മാർക്കറ്റിങ്ങിന്റെ കോസ്റ്റ് കൃത്യമായി നമുക്കിവിടെ കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ബഹുഭൂരിപക്ഷം ബിസിനസ്സുകാരും മാർക്കറ്റിങ്ങിന്റെ എക്സ്പെൻസ് കൂടുന്നു എന്ന് പരാതിയാണ് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ മാർക്കറ്റിങ്ങിന്റെ എക്സ്പെൻസ് കൂടുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കൃത്യമായ മെസ്സേജ് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അഥവാ കൃത്യമായ മെസ്സേജ് നിങ്ങളുടെ എൻ കസ്റ്റമറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായൊരു മെസ്സേജ് അവർ മനസ്സിലാക്കുന്നതിനേക്കാട്ടിലും മികച്ച രീതിയിൽ അവരെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് തരികയും നമ്മുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. ഓരോ ബിസിനസ്സിനും ആ ബിസിനസിന്റെ രീതി അനുസരിച്ച് മാർക്കറ്റിങ്ങിന്റെ ബഡ്ജറ്റിന് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഒരു മാനുഫാക്ചറിങ് കമ്പനി ചെയ്യുന്ന മാർക്കറ്റിങ്ങിന്റെ ബഡ്ജറ്റ് അല്ല ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതല്ല ഒരു സർവീസ് ഇൻഡസ്ട്രിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡസ്ട്രിക്കും മാർക്കറ്റിംഗ് ബഡ്ജറ്റിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മിനിമം ഒരു 10% to 20% വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റായി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. US പോലെയുള്ള വികസിത രാജ്യങ്ങളിലെ 80% വരെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിലൊക്കെ. പണ്ടത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ഭാഗ്യം പിടിച്ച് ഒരു 30 വയസ്സും 40 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ചെറുപ്പക്കാരൻ, ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, നമ്മുടെ വീട്ടിൽ വരികയും ആ ബാഗ് തുറന്ന് കോയമ്പത്തൂന്ന് വരുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്പ്രേ ഐറ്റംസോ ഒക്കെ നമ്മളെ കാണിച്ച് വിൽക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ധൈര്യം. അപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് മാർക്കറ്റിങ്ങിന് ഒരു ആവശ്യമില്ല. ഉദാഹരണത്തിന്, ഒരു തുണിക്കട ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ അയാള് ആ തുണിക്കട അവിടെ തുടങ്ങുന്നു, അയാൾ കോയമ്പത്തൂന്ന് തുണി എടുത്തുകൊണ്ട് വന്ന് അവിടെ സെല്ല് ചെയ്യുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി പുതിയ കട തുറക്കുമ്പോൾ ആളുകൾ അവിടെ വന്ന് അവരുടെ തുണിത്തരങ്ങൾ വാങ്ങിക്കുമെന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കസ്റ്റമർ എവിടെയാണ് എൻഗേജ് ചെയ്യുന്നത്, ആ എൻഗേജ് ചെയ്യുന്ന ആളുകളെ അവരുടെ ടേസ്റ്റ് അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരെ നമുക്ക് മനസ്സിലാക്കാനും അവര് യൂസ് ചെയ്യുന്ന, അവർ എൻഗേജ് ചെയ്യുന്ന മീഡിയം മനസ്സിലാക്കി ആ മീഡിയത്തിലൂടെ നമ്മുടെ മെസ്സേജിനെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫേസ്ബുക്കിലാകട്ടെ, ഇൻസ്റ്റാഗ്രാമിലാകട്ടെ, യൂട്യൂബിലാകട്ടെ, ഗൂഗിളിലാകട്ടെ, എവിടെയായാലും നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ, മാർക്കറ്റിങ്ങിന്റെ മെസ്സേജ് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓരോ ചാനലിലൂടെയും എത്ര ആളുകൾ നിങ്ങളുടെ
മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അതുവഴി എത്ര ലീഡ് നിങ്ങൾക്ക് കിട്ടി, ആ ലീഡ് എത്ര പ്രോസ്പെക്ട്സ് ആയി, ആ പ്രോസ്പെക്ട്സ് എത്ര ബിസിനസ് കൺവേർട്ടായി, ആ ബിസിനസ് കൺവേർട്ട് ആയത് എത്ര തവണ റീപർച്ചേസ് ചെയ്തു, എത്ര തവണ അവർ മറ്റൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റണം. പണ്ടത്തെ കാലത്താണെങ്കിൽ ഇതിനുള്ള ഒരു സാധ്യതയില്ല. ടി വിയിൽ ഒരു പരസ്യം പോയി കഴിഞ്ഞാൽ അത് എത്ര പേര് കണ്ടുവെന്നോ, അത് എത്ര പേര് ആ പരസ്യം കണ്ടിട്ട് നമ്മളിലേക്ക് എത്തിയെന്നും മെഷർ ചെയ്യാൻ ഒരു മാർഗവുമില്ല. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങിന് നിങ്ങൾ കോസ്റ്റ് ഇടുമ്പോൾ, മാർക്കറ്റിങ്ങിന് ഒരു ആക്ഷൻ, ഒരു മെസ്സേജ് സെറ്റ് ചെയ്യുമ്പോൾ എത്ര പേര് അതിൽ എൻഗേജ് ആയെന്നും, എത്ര ലീഡ് അതിൽ കിട്ടിയെന്നും, എത്ര ലീഡ് കൺവേർട്ട് ആയെന്നും, അതുവഴി എത്ര രൂപ കിട്ടിയെന്നും, ഒരു ലീഡിന് എത്ര രൂപയായെന്നും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇവിടെയാണ് ഡാഷ്ബോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ചാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരിക്കണം. എന്താണ് ഡാഷ്ബോർഡിൽ വേണ്ടത്? എവിടെയൊക്കെയാണ് നിങ്ങൾ പരസ്യം ചെയ്യുന്നത്? ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലീഡിന് ഇത്ര രൂപയായി, ആ ലീഡ് വഴി ഇത്ര രൂപയുടെ സെയിൽ നടന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ എത്ര കസ്റ്റമർ വന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ എത്ര ലീഡ് കിട്ടി, ഇൻസ്റ്റാഗ്രാമിലൂടെ എത്ര പ്രോസ്പെക്ട്സ് കിട്ടി, യൂട്യൂബിലൂടെ എത്ര പേര് വന്നു, എത്ര പേര് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു, അങ്ങനെ എല്ലാം നമുക്ക് കൃത്യമായ ഡാഷ്ബോർഡിലൂടെ മനസ്സിലാക്കാൻ പറ്റണമെന്നുള്ളതാണ്. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ കോക്പിറ്റിൽ ഒരു ഡാഷ്ബോർഡ് കാണാം. ആ ഡാഷ്ബോർഡിൽ നോക്കിയിട്ടാണ് പൈലറ്റ് കൃത്യമായ ലൊക്കേഷനിലേക്ക് ആ ഫ്ലൈറ്റ് പറത്തുന്നത്. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിന് കൃത്യമായി, എസ്പെഷ്യലി മാർക്കറ്റിങ്ങിന് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാകണം. എത്ര രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു, എവിടെയൊക്കെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, ഓരോന്നിനും സ്പെൻഡ് ചെയ്യുമ്പം എത്ര ലീഡ് നിങ്ങൾക്ക് കിട്ടി, ആ ലീഡ് എത്ര പ്രോസ്പെക്ട്സ് ആയി, ഒരു ലീഡിന് എത്ര രൂപയായി, ആ ഒരു അഡ്വർടൈസ്മെന്റ് എത്ര തവണ ആളുകൾ കണ്ടു, അതുവഴി എത്ര ബിസിനസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തു, അതുവഴി നിങ്ങൾക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, എത്ര നെറ്റ് പ്രോഫിറ്റ് കിട്ടി, എത്ര പെർസെൻറ്റേജ് ആണ് രണ്ടാമതൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾ പിച്ച് ചെയ്തപ്പം അതിൽ നിന്ന് കൊഴിഞ്ഞു പോയി. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഈ ഡാഷ്ബോർഡ് വഴിയാണ് നിങ്ങൾക്ക് അടുത്ത തവണ മാർക്കറ്റ് ചെയ്യുമ്പോൾ കൃത്യമായ ബഡ്ജറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ആക്ഷൻസ് അടുത്ത തവണ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നോർമലി എത്ര എമൗണ്ട് ആണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റായി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ബിസിനസിന്റെ ഏറ്റവും വലിയ ലിവറേജ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. പീറ്റർ ഡക്കർ പറയുന്നത് പോലെ ഇന്നോവേഷനും മാർക്കറ്റിംഗുമാണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗിന് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുന്ന മെസ്സേജ് കൃത്യമായി നിങ്ങളുടെ ഓഡിയൻസിന്റെ, നിങ്ങളുടെ കസ്റ്റമറിന്റെ, നിങ്ങളുടെ കൺസ്യൂമറിന്റെ യഥാർത്ഥ പ്രോബ്ലം അവര് പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും മികച്ച രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെസ്സേജ് ആണോ നമ്മളുടേത്? ഓരോ മീഡിയത്തിലും നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ അതുവഴി എത്ര ലീഡ് വന്നു, എത്ര പോസിറ്റീവ് ലീഡ്സ് വന്നു, എത്ര പ്രോസ്പെക്ട്സ് ആയി, അതിലെത്ര കൺവേർട്ടായി, അതിലെത്ര സെയിൽ നടന്നു, അതിലെത്ര ഇൻകം കിട്ടി, അതുവഴി എത്ര നെറ്റ് പ്രോഫിറ്റ് കിട്ടി, അതുവഴി എത്ര ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി, എത്ര പേര് അടുത്തൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ റെഡിയായി, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഡാഷ്ബോർഡ് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ചെയ്യാനും മറക്കരുത്. അഥവാ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.